സീസൺ 7 ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 7 നമുക്കറിയാം. അതിനകത്ത് മത്സരാർത്ഥികൾ ആരൊക്കെയാണുള്ളത്. ഇപ്പൊ ഈ സീസൺ 1 പോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. സീസൺ 1 സാബു മോൻ, അതുപോലെ തന്നെ പേർലി മാണി, അങ്ങനെയൊക്കെയുള്ള കണ്ടസ്റ്റന്റുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ല നമുക്കത് കാണുമ്പോൾ തന്നെ രസമായിരുന്നു. കാരണം വെച്ചാൽ അവരുടെ ഗെയിം സ്ട്രാറ്റജി, അവരുടെ റിയാലിറ്റിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റുകൾ ഒക്കെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. 2, 3, 4, 5, 6, 7 വരെ എത്തി നിൽക്കുകയാണ്. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ആകെ 2 സീസണുള്ള ഏറ്റവും മികച്ചു നിന്നത്. പിന്നെ മണിക്കൂട്ടർ വിന്നർ ആയിട്ടുണ്ട്, ദിൽഷ, പിന്നെ നമ്മുടെ ജിൻഡോ ഒക്കെ. ജിൻഡോ എന്ന സ്ഥാനത്തിന് ഒരിക്കലും അർഹിക്കപ്പെടാത്തൊരു അംഗീകാരമാണ് ജിൻഡോക്ക് കിട്ടിയത്. കാരണം അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീസൺ 5 ആണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. കാരണം അഖിൽ മനാര് നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. പിന്നെ ആ ബിഗ് ബോസ് സീസൺ 5 അഖിൽ മനാർ കഴിഞ്ഞ 2 സീസണിൽ ഈ അഖിൽ മനാർ ഉള്ള ആ ഒരു സമയത്ത് എല്ലാവരും പറയുന്നേക്കാം എതിരാളികളില്ലായിരുന്നു എന്നുള്ളതാണ്. അത് എതിരാളികളില്ലായിട്ടല്ല, അത് ജുനൈസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പേര് പറഞ്ഞതല്ലോ, ഒരു 3-4 ഉണ്ടായിരുന്നു. ഇവരൊക്കെ നല്ല മികച്ച കളിക്കാരായിരുന്നു. നല്ലപോലെ കണ്ടന്റ് കൊടുക്കാനും മേടിക്കാനും ഗിവട്ടേക്കായിരുന്നു പരിപാടി. ഈ അഖിൽ മനാർ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവന് ആദ്യമേ പുള്ളിക്കാരൻ ഈ അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ഒരുമാതിരി പ്രതികരിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഗ്രൗണ്ട് സപ്പോർട്ടുള്ള ആൾക്കാരെയൊക്കെ അഖിൽ മനാറിന്റെ ഈ ഗ്രൂപ്പ് ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചറിയാൻ പറ്റും. അതിനുശേഷം ഈ നെഗറ്റീവ് വെളിയിലോട്ട് പോകും, എത്ര ശതമാനം വോട്ട് കിട്ടും, അഖിൽ മനാർ കൂടെ നിൽക്കുക നോക്കുള്ള കറക്റ്റായിട്ട് കൺവിൻസ് ചെയ്തിട്ട് ആ ഒരു കറക്റ്റ് കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്ന് കിട്ടിയ ആ ഒരു പരിപാടിയായിരുന്നു അഖിൽ മനാറിന്റെ. പിന്നെ കണ്ടന്റ് ഉണ്ടാക്കാനും എടുക്കാനാണ്, നല്ലൊരു കളിക്കാനാണ്. സമൂഹം മികച്ച കളിക്കാനായിരുന്നു. കാരണം വെച്ചാൽ നമുക്കറിയാം, നമുക്ക് കാണുമ്പോൾ ഒരിക്കലും ബോറടിക്കുന്നില്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും മോശം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ 6 കഴിഞ്ഞ പ്രാവശ്യത്തായിരുന്നു. കാരണം വെച്ചാൽ അതിനകത്ത് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു കണ്ടന്റ് ഒന്നുമില്ല, ചുമ്മാ ഇല്ല വിളിച്ച് ഒരു ഇതില്ലാതെ കൊണ്ടിരുന്നത് ബിഗ് ബോസ് സീസൺ 6 ആയിരുന്നു. ഒരു ഇതില്ലാതെ അർഹതപ്പെട്ട ഒരാൾക്കും അല്ലാതെ കിട്ടിയതാണ്. ജിൻഡോയ്ക്കൊന്നും ഒരിക്കലും കിട്ടാനുള്ള ഒരു അർഹതയില്ല. കാരണം വെച്ചാൽ ഒരു കണ്ടന്റ് പോലും കൊടുക്കാത്ത ഒരാൾക്ക് എങ്ങനെ കൊടുക്കുന്ന അല്ലെങ്കിൽ. പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി നമുക്കറിയാം, ശരത്ത്, പിന്നെ മനീഷ്, അങ്ങനെയുള്ളവരെ കുറെ, പിന്നെ നമ്മുടെ രേണുസുതി, അങ്ങനെയുള്ള കുറെ ടീമുകളൊക്കെ ഉണ്ട്. അവര് കണ്ടന്റ് അവര് ഈ രേണുസുതിയുടെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമുക്കറിയാം സന്തോഷ് പണ്ഡിറ്റ്. കാരണം വെച്ചാല് സന്തോഷ് പണ്ഡിറ്റ് പറയുമ്പോൾ സ്വന്തമായിട്ട് സിനിമ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതി എല്ലാം അഭിനയിച്ച് എല്ലാം കൊണ്ട് ഒരു സിനിമ എടുത്ത ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാളെ സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസിലേക്ക് ക്ഷണിക്കേണ്ടതാണ്. കാരണം അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പുള്ളിയുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ആളാണ്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത എന്ന് വെച്ചാല് എന്തെങ്കിലും ഒരു ക്വാളിറ്റികളുള്ള ആൾക്കാരെയൊക്കെ എടുത്തു കഴിഞ്ഞാല് നമുക്ക് ആ ഒരു കാണാൻ തന്നെ കിട്ടും. ആ ബിഗ് ബോസ് പരിപാടി നമുക്ക് കാണാൻ തന്നെങ്കിലും ഒരു ഇതുള്ളാകത്തുള്ളൂ. ഇപ്പൊ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഈ നമ്മളെ രേണുസുതി എന്ന് പറയുമ്പോൾ അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് അവര് എടുത്തതാണ്. അത് കാരണം അവർക്ക് വെളിയിൽ പോകുന്ന ഈ പബ്ലിസിറ്റിക്ക് കൊടുക്കുമ്പോൾ ഈ ആൾക്കാരത് കാണും. രേണുസുതി നമുക്ക് കണ്ടു നോക്കാം, എന്തായാലും അത് കാണുമെന്നുള്ള കാര്യം അവർക്കറിയാം. കാരണം അവർക്ക് അവരുടെ ചില റേറ്റിംഗ് കൊണ്ടണമല്ലോ, നല്ല കാശ് കിട്ടത്തുള്ളൂ. കാരണം വെച്ചാൽ 18 കോടി രൂപ 20 കോടി രൂപയ്ക്ക് മോഹൻലാൽ ആഗ്രഹം കൊടുക്കണ്ടേ. പിന്നെ അതിന്റെ ജേതാവിനും കൊടുക്കണമല്ലോ കുറച്ച് പൈസ. പിന്നെ എല്ലാം അവർക്ക് ഡെയിലി വരുമാനമുള്ളവരായിരിക്കും. അപ്പൊ ഇവർക്കെല്ലാം കൊടുക്കേണ്ടവരില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അങ്ങനെയും റീച്ചിന് വേണ്ടി മാത്രം നോക്കി എടുത്ത ആൾക്കാരെ എടുത്തിട്ടുണ്ട്, കണ്ടസ്റ്റന്റിനെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ വിന്നേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഇപ്പൊ മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നിങ്ങൾ അഖിൽ മനാറിന്റെ ഗെയിം സ്ട്രാറ്റജി ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞൊരു ചെറിയൊരു ക്ലിപ്പിനകത്ത് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഈ വീഡിയോയുടെ ക്ലിപ്പ് ഫേസ്ബുക്കിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ അത് ശ്രദ്ധിക്കേണ്ട വഴിയായി. കാരണം ഈ സീസൺ 6 ഇത്രയും 7 വരെ എത്തിയിരിക്കുകയാണ്. ഈ 7 വരെയും പുള്ളി ഇടയ്ക്കൊരാളുടെ പേര് പറയുന്നില്ല. അതിനകത്ത് പറയുന്നത് അഖിൽ മനാറിന്റെ ഗെയിം സ്ട്രാറ്റജി കുറിച്ച് മാത്രമാണ്. അപ്പൊ അത്രയും നല്ലൊരു ഗെയിമറാണ്. വേറെ അത് കഴിഞ്ഞ സാബുപോലെ 2ാം എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഇപ്പം എടുക്കുന്ന നിലപാടുകൾ, ഈ ബിഗ് ബോസ് ടീം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അവർക്ക് എടുക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പം അവർക്ക് ചാനൽ റേറ്റിംഗിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ കണ്ടസ്റ്റന്റിനെ ഇപ്പൊ തെരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ നമുക്ക് നോക്കി അറിയാൻ പറ്റും. അപ്പം ഒരുപാട് 2-3 പേരെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ റേറ്റിംഗ് കിട്ടുന്നില്ല. കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് 6 ഒരു റേറ്റിംഗും ഇല്ലായിരുന്നു.
വേറൊരു റേറ്റിംഗ് ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഈ നമ്മുടെ ഈ ഇടയ്ക്ക് കുറെ ടീമുകളൊക്കെ സാബു മോനെയൊക്കെ ഇടയ്ക്ക് കയറ്റിവിട്ട് ചില റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് ആ ഒരു പരിപാടി ഇപ്പൊ അവർ തുടങ്ങിയിട്ടുണ്ട് ബിഗ് ബോസ് വരെ. കാരണം വെച്ചാല് ഇപ്പൊ നമ്മളിപ്പം ഇപ്പൊ രേണു സുധീർ നോക്കാം. അപ്പൊ അവര് എന്തായാലും അവര് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കത്തില്ല. കാരണം പെട്ടെന്നായിരിക്കും പ്രതികരിക്കുന്നത്. എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ പ്രവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രതികരിക്കും. അപ്പൊ ആ ഒരു സ്വഭാവം ആ ഒരു രീതിയാണ് അവരുടെ. അപ്പൊ എന്തായാലും പ്രവോക്കഡ് ആവുന്ന ഒരു റേഡിയാണ്. പ്രവോക്കഡ് ആകുമ്പോൾ ചെറിയൊരു കണ്ടന്റ് അവർക്ക് കിട്ടും. ആ കണ്ടന്റ് എടുത്ത് വെച്ച് ക്ലിപ്പായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ശ്രദ്ധിക്കും. ആ എപ്പിസോഡ് ഫുള്ള് കാണാവുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ വൈറലാകുകയും ചെയ്യും. അപ്പൊ അതനുസരിച്ച് അവർക്ക് ചില റേറ്റിംഗ് കിട്ടുകയും ചെയ്യും. അവർക്ക് അതിന് കാശ് കിട്ടുകയും ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല പഴയ വീടുകൾ ഇങ്ങനെ അനങ്ങാതെ കഴിഞ്ഞു ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്നാൽ അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ എടുത്തിട്ട് ഇപ്പൊ ഇട്ടേക്കുന്നത്. ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറഞ്ഞപ്പോ അവരുടെ ഒരു പഴയ നിലവാരം അല്ലെ അവരെ ഒരു ഒരിക്കലും കീപ്പ് ചെയ്യുന്നില്ല എന്നാണ് ഇപ്പൊ എന്റെ ഒരു നിലപാട്, അല്ലെ ഞാൻ കാണുന്ന കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ. ഇപ്പൊ മറ്റുള്ള കഴിഞ്ഞ മുമ്പുള്ള ഒരു മണിക്കൂട്ടത്തിലേക്ക് എപ്പിസോഡ് അതൊക്കെ നല്ല കണ്ടുപിടിക്കാൻ നല്ല ഭംഗിയായിരുന്നു. അത് പിന്നെ നമ്മുടെ റിയാസ് ഖാനൊക്കെ ഉണ്ടായിരുന്നു. റിയാസ് ഖാൻ ഓർക്കുന്നില്ല, ഒരു കാലുണ്ടാകുന്നല്ലോ. പുള്ളിക്ക് നല്ല നല്ല രസമായിരുന്നു. അവരൊക്കെ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ എന്താണ് തോന്നുന്നത്. നല്ല രസമായിരുന്നു, എന്റർടൈനർ ആയിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്റർടൈനർ ആണല്ലോ ഇത്. ഈ അടിയുണ്ടാക്കല്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പ്, അടിയുണ്ടാക്കല്, ഇത് കാണാൻ വേണ്ടി ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അതുപോലെ നമ്മള് കേരളക്കാരാണ്, കേരളത്തിലുള്ള ഒരു ഒട്ടും മോശക്കാരല്ല. കാരണം അയലത്തെ വീട്ടിലെ കാര്യം അറിയാനായാലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ തിരക്കാനായാലും അവരുടെ പ്രൈവസി കയറി അങ്ങോട്ട് ചുഴണ്ട് തോന്നാനൊക്കെ ആയാലും ഒട്ടും മോശക്കാരല്ല നമ്മുടെ കേരളക്കാർ, ഇന്ത്യക്കാരല്ല കേരളക്കാർ. അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരു വിഭാഗം ആൾക്കാർ, പ്രത്യേകം ആൾക്കാർ, ഇങ്ങനെ നെഗറ്റീവ് ഉള്ള ആൾക്കാർ, നെഗറ്റീവ്സ് കണ്ടുപിടിക്കാനായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഇത് കാണാൻ വളരെ ആകാംക്ഷയുള്ള ആൾക്കാരാണ്. അത് ഒട്ടും പുറകോട്ടല്ല. അതുകൊണ്ട് ചിലപ്പോ ഈ പ്രാവശ്യം കൂടെ എനിക്ക് തോന്നുന്നു അവര് ബിഗ് ബോസുകാർ രക്ഷപ്പെട്ടു പോകും. അങ്ങനെ അത്ര ആൾക്കാരുള്ളിടത്തോളം കാലം. എന്തായാലും നമുക്കിനി കണ്ടറിയാം. ഈ പ്രോഗ്രാം തുടങ്ങിയതല്ല ഉള്ളു, ഇപ്പൊ ഈ സീസൺ തുടങ്ങിയതല്ല ഉള്ളു. കുറച്ച് ഇത്ര ദിവസമായി, ഒരു ഡേറ്റ് കിടന്നു. ഞാൻ കണ്ടിന്യൂസ് കാണുന്ന ഒരാളല്ല, വല്ലപ്പോഴാണ് ക്ലിപ്പ് കാണും അവിടെ ഇവിടെ കണ്ടാലൊക്കെയായി. കാരണം നമുക്കത് കാണാനുള്ളൊരു അത്രയും ഇത് തോന്നിട്ടില്ല എനിക്ക് ഈ എപ്പിസോഡ് ഇതുവരെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പിന്നെ കണ്ടതില്ല, 2 പ്രാവശ്യം കണ്ടുള്ളൂ, പിന്നെ കണ്ടിട്ടേ ഇല്ല. കാരണം അത്രയ്ക്ക് അരോചകത്വമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ. ഇപ്രാവശ്യം നമുക്ക് കണ്ടറിയാം എന്ത് സംഭവിക്കുമെന്നും എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, എനിക്ക് ഇത്ര പറയാനുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.